വാർത്ത ഇപ്പോൾ വരുന്നു. കണ്ണൂരിൽ ലോറി കുളത്തിൽ വീണു. ബ്രേക്ക് നഷ്ടമായി പിറകോട്ട് വന്ന ലോറി ആനക്കുളത്തിലേക്ക് വീഴുകയായിരുന്നു. ലോറി ഉയർത്താനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? പരിക്കില്ലല്ലോ അല്ലെ ആർക്കും? റോഷ്നി, അല്ല, ആർക്കും പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മറ്റാളപായമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്തായാലും ലോറി ഈ മക്കാനി, കണ്ണൂർ ടൗണിൽ തന്നെയാണ്, മക്കാനി ആനക്കുളത്താണ് ഈ ലോറി കുളത്തിൽ പതിച്ചിട്ടുള്ളത്. അത് ഇതിൻ്റെ തൊട്ട് മുകളിൽ, കുളത്തിന് നേരെ മുൻവശത്തുള്ളത് ഒരു കുത്തനെയുള്ള ഇറക്കമാണ്. ആ ഇറക്കത്തിന് മുകളിൽ വെച്ച് ലോഡ് കയറ്റുകയായിരുന്നു. നിരന്തരമായി ഈ സ്ഥലത്ത് റോഡ് കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു ലോറി അവിടെ നിന്നും ബ്രേക്ക് ഏത് വിധത്തിലാണ് ഇത് നഷ്ടമായത് എന്ന് അറിയില്ല. ഹാൻഡ് ബ്രേക്കും അതുപോലെ തന്നെ വീലിൻ്റെ ഭാഗത്ത് മരത്തിൻ്റെ കട്ട് ഉപയോഗിച്ചുകൊണ്ട് പുറകെ വശത്തേക്ക് വണ്ടി വരാതിരിക്കാനുള്ള ക്രമീകരണമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഡ്രൈവർ പറയുന്നത്. പക്ഷേ എങ്ങനെയോ ഈ വാഹനം പുറകിലേക്ക് വരികയും നേരെ ആ ഇറക്കം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഈ കുളത്തിലേക്ക് വാഹനം ചെന്ന് പതിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ വാഹനം ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. വളപട്ടണം കലാസിമാർ എത്തിയാണ് ഈ വാഹനം ഇപ്പോൾ ഉയർത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ലഗേജസാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതായത് കൊറിയറായി വന്നിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഡ്രൈവർ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ സാധനങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിനകത്തുണ്ടായിരുന്നു. എല്ലാം വെള്ളം കയറി നശിച്ചിട്ടുമുണ്ട്. കുറേ സാധനങ്ങൾ ഈ കുളത്തിനകത്ത് നഷ്ടമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും ഈ വാഹനം ഇപ്പോൾ ഈ കുളത്തിൽ നിന്നും ഉയർത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഈ അപകടം നടക്കുന്നത് ഏകദേശം ഉച്ചയ്ക്ക് 1:45 സമയത്താണ് നടക്കുന്നത് എന്നുള്ളതാണ് ഡ്രൈവർ സൂചിപ്പിച്ചത്. ആ സമയത്ത് ഇവിടെ കുറച്ച് കുട്ടികൾ കുളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഡ്രൈവർ ബഹളം വെച്ചതിനെ തുടർന്ന്, വാഹനം പുറകിലേക്ക് വരുന്നത് കണ്ട് ഡ്രൈവർ ബഹളം വെച്ചതിനെ തുടർന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഡ്രൈവറും ആ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റ് അപകടങ്ങൾ ഒഴിവായത് എന്നുള്ള കാര്യം കൂടി ഡ്രൈവർ സൂചിപ്പിച്ചു. എന്തായാലും വാഹനം ഇപ്പോൾ പുറത്തേക്ക് എടുത്തുയർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വാഹനം മുകളിലേക്ക്, അതായത് കര ഭാഗത്തേക്ക് ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഏറെ സാഹസികമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. പക്ഷേ ക്രെയിനിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ആളുകൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉയർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജോലി നിർവഹിച്ചിട്ടുള്ള ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ചേട്ടൻ, ഈ കലാസിമാരായിട്ടുള്ള ചേട്ടൻ എന്താണ് ലോറി വെച്ചാൽ വെച്ച വണ്ടിയാ തെനിയാ ന്യൂട്രായി പോയി. വണ്ടി ന്യൂട്രായിട്ട് അങ്ങനെ താഴേക്ക് വന്നതാ. അപ്പോൾ ഇവിടെ കുറേ കുട്ടികൾ കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ സൗണ്ട് ആക്കിയത് കൊണ്ട് ആ കുട്ടികളെല്ലാം രക്ഷപ്പെട്ടു. വേറെ എന്താ പറയേണ്ടത്? വേറെ ഒന്നും ഇല്ല. അപ്പം ഈ പറയുന്ന രീതിയിൽ അതെ, വളവട്ടം കലാസികളാണ് സാഹസിക ജോലിയാ ജാസ്തി എടുക്കാറ്. ഏകദേശം എത്ര മണിക്കാണ്? 1 മണിക്കൂറായിട്ടില്ല. എന്തൊക്കെ സാധനങ്ങളില്ലെന്ന് അതറിയില്ല. വളപട്ടണം കലാസിമാരാണ് ഈ പറയുന്ന വാഹനം ഇവിടെ നിന്ന് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഈ ജോലികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാഹനം ഏകദേശം അതിൻ്റെ 1/4 ഭാഗത്തോളം തന്നെ കരഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാഹനം പൂർണ്ണമായും ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട്, ക്രെയിൻ സജ്ജീകരിച്ചിരിക്കുന്നത് തന്നെ വളരെ പ്രയാസകരമായ രീതിയിലാണ്. കാരണം ഇതൊരു കുളമാണ്. ആ കുളത്തിൻ്റെ ഭാഗത്ത് എല്ലാ ഭാഗത്തും പടവുകൾ കെട്ടി ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഇങ്ങോട്ട് വളരെ എളുപ്പത്തിൽ കടത്തി ഈ കുളത്തിൻ്റെ പടവിലേക്ക് നിർത്തുന്നത് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ക്രെയിൻ തന്നെ ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇതിനകത്തേക്ക് കയറ്റി നിർത്തിയത് എന്നുള്ള കാര്യമാണ് നേരത്തെ ഈ കലാസിമാരോട്, ക്രെയിൻ ഓപ്പറേറ്ററോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം തന്നെ വാഹനത്തെ പുറത്തേക്ക്, അതായത് വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഇവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും വലിയ അപകടം തന്നെയാണ്. പക്ഷേ ആളപായം ഉണ്ടായിട്ടില്ല, മറ്റാർക്കും തന്നെ അപകടം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് വാഹനത്തിനകത്ത് ആളുകൾ ഉണ്ടായിട്ടില്ല, ഡ്രൈവറോ അല്ലെങ്കിൽ മറ്റു തൊഴിലാളികളോ ഉണ്ടായിട്ടില്ല എന്നതൊക്കെയാണ് വലിയ ആശ്വാസകരമായി മാറിയത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ
ഈ ലോറിയുടെ ഡ്രൈവർ സൂചിപ്പിച്ചിരുന്നു. അവർ പറയുന്നത് ഈ സമയത്ത് ഒരു കുട്ടികളൊക്കെ ഇവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ കുളത്തിൻ്റെ മറുവശത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരുപാട് കുട്ടികളും ആളുകളുമൊക്കെ നിരന്തരമായി കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്ന ഈ കുളത്തിന് നേരെ എതിർവശത്താണ് ഇപ്പോഴും അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതേ രീതിയിൽ തന്നെ ഈ കുളത്തിൻ്റെ ഇപ്പോൾ വാഹനം മറിഞ്ഞ ഭാഗത്തും കുട്ടികൾ ആ സമയത്തും കളിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഇവിടുന്ന് കുളിക്കാനും ഒക്കെ ആശ്രയിക്കുന്ന ഒരു കുളം കൂടിയാണ്. ആ സമയത്ത് ഈ ഡ്രൈവറും സ്ഥാപനത്തിലുണ്ടായിരുന്ന തൊഴിലാളികളും ഒക്കെ ബഹളം വെച്ചതിനെ തുടർന്നാണ് മറ്റ് അപകടം ഒഴിവായത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങൾ കൂടി, അതായത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി ഒരു കാരണം നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. കാരണം ഈ പറയുന്ന രീതിയിൽ കണ്ണൂർ ഈ ഭാഗത്തു നിന്നാണ് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഭാഗത്ത്, അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ മക്കാനി, ഇത് ആ കാണുന്നത് മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ നിന്നും ആ നിൽക്കുന്ന ആളുകളൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തു നിന്നാണ് ലോറി പുറകിലേക്ക് നേരെ വന്നത്. ഇതിൻ്റെ നേരെ ഭാഗത്താണ് ഈ കുളം നിൽക്കുന്നത്, ആനക്കുളം നിൽക്കുന്നത്. ഇവിടെ നിന്നും നേരെ ഈ പടവുകളൊക്കെ മറികടന്നുകൊണ്ടാണ് ലോറി ഈ കുളത്തിലേക്ക് ചാടിയത്, അല്ലെങ്കിൽ അതുവഴി കുളത്തിലേക്ക് പതിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ഏകദേശം 40% തന്നെ എന്തായാലും ആളപായമില്ല എന്നുള്ളതാണ് ആശ്വാസം. ആ ലോറി കുളത്തിലേക്ക് വീഴുകയായിരുന്നു. എന്തായാലും അത് ഉയർത്താനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.